house number 0. No, you're laughing. There are thousands and thousands of these people. Father's name ILSDHFHUG. थोड़े और फादर्स नेम दिखाओ, ये बड़े इंटरेस्टिंग नाम है इनके. വോട്ടർ പട്ടികയിൽ സർവത്ര ക്രമക്കേടുകൾ, വോട്ട് മോഷണം. മഹാരാഷ്ട്രയിൽ 40 ലക്ഷത്തിലധികം ദുരൂഹ വോട്ടർമാർ. 5 മണിക്ക് ശേഷം റെക്കോർഡ് പോളിംഗ്. ചിലരുടെ വീട്ടുപേര് 0, ചിലരുടെ അച്ഛന്റെ പേര് ASDFJK. കന്നി വോട്ടർമാരുടെ പ്രായം 70-80. 80 പേരുള്ള കുടുംബം ഒരേ മുറിയിൽ കഴിയുന്നു. 100ഓളം സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ 5 മാർഗങ്ങളിലൂടെ പ്രധാനമായും നടന്നു. 1, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ, അതായത് പല ബൂത്തിലും ഒരാൾക്ക് വോട്ട്. 2, വ്യാജ അഡ്രസ്സിൽ വോട്ട് ചേർക്കൽ. ഒരേ അഡ്രസ്സിൽ പല വോട്ടർമാർ. ഫോട്ടോ വ്യക്തമല്ലാത്തതും ഫോട്ടോ ഇല്ലാത്തതുമായ വോട്ടർമാർ. 5-ാമത്തേത് ഫോം 6ന്റെ ദുരുപയോഗമാണ്. എന്ന് വെച്ചാൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ വ്യാപകമായ കള്ളത്തരം. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തു കൊണ്ടുവന്ന കമ്മീഷനും BJPയും ചേർന്ന് വോട്ടർ പട്ടികയിൽ തിരിമറി, കള്ളവോട്ട് ചെയ്ത് BJP തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ചർച്ചയിലേക്ക് നമുക്ക് വിശദമായിട്ട് വരേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയാണിത്. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഇന്നലെ പൊട്ടിച്ച ആറ്റം ബോംബിനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട്. അതിന്റെ ഉത്തരം നിങ്ങൾ ആരെങ്കിലും, വീഡിയോ കാണുന്ന ആരെങ്കിലും തന്നാൽ മതി. ആദ്യം എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കാം, പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന ഈ വ്യാജ വോട്ടർമാരൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് മാർഗത്തിലാണ് അവർ വോട്ട് ചെയ്ത്? ബൂത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും എങ്ങനെയാണ് അവർക്ക് കബളിപ്പിക്കാൻ കഴിഞ്ഞത്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരു ബൂത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഉണ്ടാകും, BJPയുടെ മാത്രമല്ലല്ലോ. അപ്പൊ BJP ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തു എന്ന് തന്നെ വിചാരിക്കുക. കന്നി വോട്ടറായി 70-80 വയസ്സുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ എത്തുകയാണെന്ന് കരുതുക. എന്തുകൊണ്ടാണ് അപ്പോൾ ബൂത്തിലിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അത് ശ്രദ്ധിക്കാത്തത്? ഇനിയിപ്പോ വീട്ടുപേര് 0 അല്ലെങ്കിൽ അച്ഛന്റെ പേര് ASDFJK എന്നൊക്കെ ചേർത്ത ഒരാള് വോട്ട് ചെയ്യാൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ബൂത്തിലിരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അത് തിരിച്ചറിയപ്പെടാതെ പോയത്? മൂന്നാമത്തെ ചോദ്യം: ഒറ്റമുറി വീട്ടിൽ 80 വോട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ രാഷ്ട്രീയക്കാർ വോട്ടൊക്കെ ചോദിച്ച് വീടുകളിൽ പോകുമല്ലോ, അപ്പൊ സ്ലിപ്പും കൊണ്ടുപോകുമല്ലോ, വോട്ടേഴ്സ് സ്ലിപ്പ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാതിരുന്നത്? നാലാമത്തെ ചോദ്യം: പല സംസ്ഥാനത്തും പല ബൂത്തിലും വോട്ടുള്ളയാളെ എന്തുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ട് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: തൃശ്ശൂരിൽ പോലും ഇത്തരത്തിൽ ഈ രീതിയിലൊക്കെ നടന്നു എന്നാണ് ഇന്നലെ VS സുനിൽകുമാർ, CPIയുടെ നേതാവ്, പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ കള്ളത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പോലത്തെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ VS സുനിൽകുമാറിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആറാമത്തെ സംശയം ഇതാണ്: ഇനിയിപ്പോ ഈ വ്യാജ വോട്ടർമാരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത് 5 മണിക്ക് ശേഷമാണെന്ന് കരുതുക. കാരണം മോളിൽ ചോദിച്ച ആ ചോദ്യങ്ങൾ കൊണ്ട് ആ സാഹചര്യത്തിൽ സാധ്യമല്ല. ഇനി 5 മണിക്ക് ശേഷമായിരിക്കുമോ ഈ കള്ള വോട്ടുകളെല്ലാം കൂടെ പോൾ ചെയ്യുന്നത്? അല്ലാതെ എങ്ങനെയാണ് ആരും അറിയാതെ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ അറിയാതെ 1 ലക്ഷം കള്ളവോട്ടൊക്കെ ചെയ്യാൻ സാധിക്കുക? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനൊക്കെ നടക്കണമെങ്കിൽ ഗ്രൗണ്ടിൽ BJPക്ക് മാത്രമേ ആളുണ്ടാകാൻ പാകൂ അല്ലേ? മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇതൊന്നും കണ്ടുപിടിക്കാനോ ബൂത്തിലിരിക്കാനോ പോലും ആളില്ലാത്ത അവസ്ഥ ഇന്ത്യയിലുണ്ടോ? എങ്ങനെ സംഭവിക്കുന്നുണ്ടേ ഇതൊക്കെ? ഇരുചെവി അറിയാതെ എങ്ങനെയാണ് ഇക്കാര്യങ്ങൾ നടക്കുക എന്നറിയാം. എനിക്ക് ശരിക്കും ആകാംക്ഷയുണ്ട്. അതൊക്കെ പോട്ടെ, രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് കർണാടകയിൽ 16 സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തര പോളിൽ പറഞ്ഞിരുന്നത്. പക്ഷെ കോൺഗ്രസിന് ആകെ കിട്ടിയത് 9 സീറ്റാണ്. ആ 7 തോൽവികളിൽ എന്താണ് നടത്തിയെന്ന് ഞങ്ങൾ പഠനം നടത്തിയെന്ന്. വോട്ടെടുപ്പ് കഴിയുമ്പോൾ അന്ന് രാത്രി രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളൊക്കെ, പ്രാദേശിക നേതാക്കൾ കൂടിയിരുന്ന ആകെ വോട്ട് എത്ര, പോൾ ചെയ്ത് എത്ര, എല്ലാം കൂടി നമുക്ക് എത്ര കിട്ടും, എതിർ സ്ഥാനാർത്ഥിക്ക് എത്ര കിട്ടും, എന്തുകൊണ്ട് നമ്മൾ ഇത്ര വോട്ടിന് തോൽക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അത്ര വോട്ടിന് തോൽക്കും? ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതല്ലേ, കണക്കുകൂട്ടലുകൾ കറക്റ്റ് ആയിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ കണക്ക് കൂട്ടില്ലേ? അപ്പൊ ഈ 1 ലക്ഷം കള്ളവോട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കള്ളവോട്ട് വന്നത് എന്ന് പ്രാദേശിക നേതാക്കൾക്ക് എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ കഴിയാത്തത്? നിങ്ങൾക്ക് ശരിക്കും ഇതിനൊക്കെ ഉത്തരം കിട്ടുന്നുണ്ട്? ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ടിടണം. നമുക്ക് പരസ്പരം വായിക്കാം, ചർച്ച ചെയ്യാം, എന്തൊക്കെയാണ് ഇതിന്റെ ഉത്തരങ്ങൾ എന്നറിയാം. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ ചോദിച്ചാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വോട്ട് മോഷണം തെളിയിക്കുന്ന ഒരു ആറ്റം ബോംബ് തന്റെ കയ്യിലുണ്ടെന്ന് രാഹുൽ ഗാന്ധി നമ്മളോട് പറയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു ചെറിയ ഭീഷണിയുടെ രൂപത്തിൽ അന്ന് തന്നെ തിരിച്ചടിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി, ബോംബൊക്കെ കയ്യിലിരിക്കട്ടെ, പക്ഷെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് പറഞ്ഞത് കൊള്ളാം, രാഹുൽ അത് പൊട്ടിച്ചോ, പക്ഷേ സ്വയം അപകടത്തിൽപ്പെടാതെ സൂക്ഷിച്ചാൽ മതി. എന്നാൽ കയ്യിലിരുന്ന്
ബോംബ് പൊട്ടരുത് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഒരാഴ്ചയ്ക്കുള്ളിൽ രാഹുൽ ഗാന്ധി ആ ബോംബ് പൊട്ടിച്ചു. ഹിരോഷിമ ബോംബ് ആക്രമണത്തിന്റെ 80ാം വാർഷികത്തിന്റെ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 7-ന് രാഹുലിന്റെ കൈ പൊള്ളിയില്ലെന്ന് മാത്രമല്ല, രാഹുൽ പുറത്തുവിട്ടത് മാരകശേഷിയുള്ള ആറ്റം ബോംബ് തന്നെയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം എല്ലാ ജനാധിപത്യ വിശ്വാസികളും അണിചേരേണ്ടതുണ്ട്. BJPയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. അവരെ അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യേണ്ടതുണ്ട്. അതിനായി ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. രാഹുലിന്റെ വെളിപ്പെടുത്തലിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നു, ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ കാണുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ആശയം എത്രമാത്രം സുരക്ഷിതമാണ്, ഇത് നടപ്പാവുന്നുണ്ടോ എന്നൊരു സുപ്രധാനമായ ചോദ്യം ഉയർന്നു വരുന്നു. ശരിയായ വ്യക്തികളെയാണോ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത്? വ്യാജർ വോട്ടർ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ടോ? വോട്ടർ പട്ടിക ശരിക്കുമുള്ളതാണോ? കുറേ കാലമായിട്ട് പൊതുജനത്തിന് ഇക്കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ വിരുദ്ധ വികാരം എല്ലാ പാർട്ടികളും നേരിടേണ്ടി വരും. എന്നാൽ എന്തുകൊണ്ടോ സർക്കാർ വിരുദ്ധ വികാരം നേരിടാത്ത ഒരേ ഒരു പാർട്ടിയായിട്ട് BJP ഇങ്ങനെ നിലനിൽക്കുന്നു. അഭിപ്രായ സർവേകൾ, എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോൾ ഒരേ റിസൾട്ട് പറയുമ്പോൾ ഇവർ തോക്കുന്നു. ഹരിയാനയിലും മധ്യപ്രദേശിലുമൊക്കെ തിരഞ്ഞെടുപ്പിൽ നാം ഇത് കണ്ടതാണ്. ഫലം പക്ഷെ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് കാണിക്കാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഭരിക്കുന്ന പാർട്ടി ഉണ്ടാക്കും. ഉദാഹരണത്തിന് ലാഡ്ലി ബഹന, പുൽവാമ, സിന്ദൂർ, അങ്ങനെ പലതും ഉണ്ടാവും. മാത്രമല്ല ഇവിടെ തിരഞ്ഞെടുപ്പുകൾ കൊറിയോഗ്രാഫ് ചെയ്യപ്പെടുന്നു. ഒരു കാലമുണ്ടായിരുന്നു, അന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. വ്യക്തികൾ നേരിട്ട് പോയി കൈകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുമായിരുന്നു. അന്ന് രാജ്യം മുഴുവൻ ഒരൊറ്റ ദിവസമാണ് വോട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് UP-യിൽ വേറെ, ബീഹാറിൽ വേറെ, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ. ഇവിടെയാണ് സംശയങ്ങൾ തോന്നി തുടങ്ങിയത്. പെട്ടെന്ന് ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പുകൾ മാറ്റിവെക്കപ്പെടുന്നു. എന്തിനാണ് ഇത്തരത്തിലൊരു നാടകീയത? ഇക്കാര്യത്തിൽ ഇവിടുത്തെ പൊതുജനത്തിനും ഞങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടായി തുടങ്ങി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ ഞങ്ങളുടെ സംശയങ്ങൾ ഉറച്ച വിശ്വാസമായി മാറി തുടങ്ങി. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിലുള്ള യുക്തിയെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. 5 വർഷത്തേക്കാൾ കൂടുതൽ വോട്ടേഴ്സിനെ 5 മാസം കൊണ്ട് മഹാരാഷ്ട്രയിൽ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർത്തുവെന്ന് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നേരിട്ട് തന്നെ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ മുഴുവൻ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരെ കൂട്ടിച്ചേർക്കുക. അതുകൂടാതെ വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷം വോട്ടർമാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകുന്നത് എല്ലാവരും കണ്ടതാണ്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഇന്ത്യ സഖ്യം തുടച്ചു മാറ്റപ്പെട്ടു. അതേ സഖ്യമാണ് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തൂത്തുവാരിയത്. മഹാരാഷ്ട്രയിൽ നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും ഇടയിൽ 1 കോടിയോളം പുതിയ വോട്ടർമാർ ചേർക്കപ്പെടുന്നു. ഈ ചോദ്യങ്ങളുമായി ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയുണ്ടായി. വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ഒരു പ്രതികരണവും ഉണ്ടായില്ല. പല മാധ്യമങ്ങളിലും ലേഖനങ്ങൾ എഴുതി, പത്രങ്ങളിൽ. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം ഞങ്ങൾക്ക് 100% തീർച്ചയോടെ ഇന്ന് പറയാൻ കഴിയും. എന്താണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു. വോട്ടർ പട്ടിക എന്നത് രാജ്യത്തിന്റെ സ്വത്താണ്. ആ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ കോപ്പിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരന്തരം ചോദിച്ചിട്ടും നമുക്ക് തരാതിരിക്കുന്നത്. തരുന്നതാണെങ്കിൽ ക്ലിയർ അല്ലാത്ത, വിശകലനം ചെയ്യാൻ പോലും പറ്റാത്ത പ്രിന്റഡ് കോപ്പി. ഡാറ്റ അനലൈസ് ചെയ്യാൻ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക വേണം. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിരാകരിച്ചുകൊണ്ടേയിരുന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ 5 മണിക്ക് ശേഷം വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര നമ്മൾ കണ്ടു. ഈ ഒരു അവസ്ഥ വരാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി അറിയാം. ഈ 2 കാര്യങ്ങളിൽ നിന്നും മനസ്സിലായ കാര്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് മോഷ്ടിക്കുകയായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് തെളിവുകൾ ഉണ്ടായിരുന്നു. ജനം വരുന്നു, വോട്ട് ചെയ്യുന്നു. എവിടെ നിന്ന് വരുന്നു? ഈ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒന്നും മനസ്സിലായിരുന്നില്ല. ഞങ്ങൾ ഒരു ടീമായിട്ട് ഇതിന്റെ ഉള്ളുകളികൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പേപ്പറുകൾ അടുക്കി വെച്ചത് കാണിക്കുക. 7 അടി വരുന്ന പേപ്പർ കൂമ്പാരം കാണിക്കുകയാണ്. ഇതിൽ ഓരോ പേപ്പറിലൂടെയും ഞങ്ങൾ കടന്നുപോയി, വായിച്ചു പഠിച്ചു, അനലൈസ് ചെയ്തു. നിങ്ങളുടെ ആരുടെയെങ്കിലും പേരുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ ഓരോ ലിസ്റ്റും എടുത്ത് പരിശോധിക്കണം. ഓരോ ഫോട്ടോയും വിവരങ്ങളും മാനുവലായിട്ട് പരിശോധിക്കണം. ഒരാൾ 2 തവണ വന്നില്ലല്ലോ എന്ന് പരിശോധിക്കണം. അതാണ് നടപടി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പട്ടികയുടെ ഡിജിറ്റൽ കോപ്പി അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി കമ്പ്യൂട്ടറിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലതെന്ന്. കാരണം ഞങ്ങൾ അതിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. 6 മാസം 30-40 പേർ ഫുൾ ടൈം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയത്. അതും ഒരേ ഒരു മണ്ഡലം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് ഡാറ്റ നൽകുകയാണെങ്കിൽ ഇതെല്ലാം 30 സെക്കൻഡിൽ തീരാൻ പറ്റും.
മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടെത്തിയത് കമ്മീഷൻ സോഫ്റ്റ് കോപ്പി തന്നില്ല എന്നത് പോട്ടെ, എന്തിനാണ് നോൺ മെഷീൻ റീഡബിൾ, ഒരു മെഷീനും കമ്പ്യൂട്ടറിലൊന്നും വായിക്കാൻ പറ്റാത്ത ഈ പേപ്പറുകൾ നൽകിയത് എന്നതാണ്. സ്കാൻ ചെയ്താൽ പോലും അതിൽ നിന്ന് ഒരു ഡാറ്റയും പുറത്തെടുക്കാനാവില്ല. ഈ പേപ്പറുകളെ എന്തിനാണ് കമ്മീഷൻ ഇങ്ങനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ സ്വയം ഒരു അന്വേഷണം നടത്തി അതിന്റെ റിസൾട്ട് പുറത്തുവിടുകയാണ്. കർണാടക ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 16 സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ ഇന്റേണൽ പോൾ. പക്ഷെ വിജയിച്ചത് 9 സീറ്റുകളിൽ മാത്രം. ബാംഗ്ലൂർ സെൻട്രലിലെ 7 അപ്രതീക്ഷിത തോൽവികളിൽ ഒരെണ്ണം ഞങ്ങൾ കൃത്യമായി പഠിച്ചു. മഹാദേവപുര. 2024 ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാദേവപുരയിൽ കോൺഗ്രസിന് 6,26,208 വോട്ട്, BJPക്ക് 6,58,919, 32,707 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുര ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റിലും കോൺഗ്രസ് വിജയിച്ചെങ്കിലും ഈ സീറ്റിൽ BJP തൂത്തുവാരി. ഭൂരിപക്ഷം 1,14,046. ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷമാണിത്. അപ്പോഴാണ് കൂടുതൽ അന്വേഷണം നടത്തിയത്. കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വസ്തുത: 1,250,000 വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു. എങ്ങനെയാണെന്ന് വിശദമായി പറയാം. 5 തരത്തിലാണ് അട്ടിമറി നടന്നത്. ആദ്യത്തേത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ്. ഒരു വോട്ടർ തന്നെ ഒന്നിലധികം വോട്ടർ പട്ടികയിൽ വന്നിരിക്കുകയാണ്. വ്യാജമായത് അസാധുവായ മേൽവിലാസത്തോട് കൂടിയവർ വോട്ടർ പട്ടികയിൽ, അവരുടെ പക്കൽ വിലാസമില്ല അല്ലെങ്കിൽ ചേർത്തിട്ടുള്ള അഡ്രസ്സ് വ്യാജ മേൽവിലാസം. ഒരേ മേൽവിലാസത്തിലുള്ളവർക്ക് ബൾക്ക് വോട്ടർമാർ വന്നു. ഒരു ബിൽഡിംഗിൽ തന്നെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ. ഫോട്ടോ വ്യാജമായവർ, അസാധുവായ ഫോട്ടോയുള്ളവർ. മൂന്നാമതായി ഫോം 6ന്റെ ദുരുപയോഗം. 1,00,000-ഓളം വോട്ടുകൾ ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഗുർകിരത് സിംഗ് ഡാങ് എന്നൊരാൾ 4 വ്യത്യസ്ത ബൂത്തുകളിലാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന ഒരേ വിലാസവും വിവരങ്ങളും ഫോട്ടോകളുമാണ്. ഇതുപോലെ ഒരാളല്ല, ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മണ്ഡലത്തിൽ മാത്രം പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഒരു വ്യക്തി 2 സംസ്ഥാനങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലെ വോട്ടർ ലിസ്റ്റിൽ പേര് വന്ന ആളാണ്. വാരണാസിയിലും ലക്നൌവിലും ബാംഗ്ലൂരിലും വോട്ട് ചെയ്ത ആദിത്യ ശ്രീവാസ്തവയുടെ പേര് ഉത്തർപ്രദേശിലുണ്ട്, കർണാടകയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. വീണ്ടും കർണാടകയിലടക്കം 4 വോട്ടർ പട്ടികയിലുണ്ട്. ഇത് ഒരു വ്യക്തിയല്ല, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,000 പേരുണ്ട്. ഇവരെല്ലാം നിരവധി തവണ പല ബൂത്തുകളിലും സംസ്ഥാനങ്ങളിലും അടക്കം വോട്ട് ചെയ്യുന്നു. നിരവധി തവണ വോട്ട് ചെയ്തവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ സ്പൈറൽ ബൈൻഡൊക്കെ എടുത്ത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ നമ്മളെ കാണിക്കുകയുണ്ടായി. അടുത്തതായിട്ട് രാഹുൽ പറയുന്നത് വ്യാജ മേൽവിലാസങ്ങളെ കുറിച്ചാണ്. വീട്ടു നമ്പർ ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ, വീട്ടു നമ്പറിനടുത്ത് 0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നവർ, പിതാവിന്റെയൊക്കെ സ്ഥാനത്ത് കമ്പ്യൂട്ടറിൽ വെറുതെ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന അക്ഷരങ്ങൾ ABCDEFGHIJKLMNP, അതാണ് അച്ഛന്റെ പേര്. ഇങ്ങനെ വരുന്നത് ഒന്നുകിൽ അവിടെ ജീവിക്കുന്നില്ല, ആരും പോയി അന്വേഷിച്ചിട്ടില്ല, മേൽവിലാസം വെരിഫൈ ചെയ്യാൻ പോകുമ്പോൾ പറ്റുന്നില്ല. ഈ വോട്ടർമാർ 40,000-അടുത്ത് വരും. 35-ാം വീട്ടു നമ്പറിൽ 80 വോട്ടർമാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നു. ബൂത്ത് നമ്പർ 366-ൽ പല കുടുംബത്തിൽ നിന്ന് വരുന്ന 46 വോട്ടർമാർ. ഇവരെല്ലാവരും താമസിക്കുന്നത് ഒറ്റ ബെഡ്റൂമിലുള്ള വീട്ടിലാണ് എന്നതാണ് പ്രധാനം. ഒരു ബ്രൂവറിയിൽ 68 വോട്ടർമാർ താമസിക്കുന്നു. പോയി അന്വേഷിക്കുമ്പോൾ ഇവരെ കുറിച്ച് ആരും കേട്ടിട്ടില്ല. തീരെ ചെറുത്, തിരിച്ചറിയാനാവാത്ത ഫോട്ടോകളാണ് പലരുടെയും ഉപയോഗിച്ചത്. അങ്ങനെ 4,132 പേർ. ഫോം 6ന്റെ ദുരുപയോഗമാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ആർക്കെങ്കിലും പുതുതായി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണമെങ്കിൽ ഫോം 6 ആണ് പൂരിപ്പിക്കേണ്ടത്. 70 വയസ്സുള്ള ഒരു വ്യക്തി, അവർ വോട്ടർ പട്ടികയിൽ 2 ഇടത്താണ് ഞങ്ങൾ കണ്ടത്. ആദ്യത്തെ പേര് ശകുൻ എന്നായിരുന്നു, സർനെയിം റാണി എന്ന്. ആദ്യത്തെ ലിസ്റ്റിൽ അവരുടെ പേര് ശകുൻ റാണി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പടത്തിൽ അവർക്ക് സർനെയിം ഇല്ല. അവർ ഫോം 6 ആദ്യമായി ഉപയോഗിക്കുന്നത് 2023 സെപ്റ്റംബർ 13. പിന്നീട് 2023 ഒക്ടോബർ 31 അവർ വീണ്ടും ഫോം 6 ഉപയോഗിക്കുകയാണ്. അതോടെ അവർ 2 തവണ വോട്ട് ചെയ്യാനുള്ള അർഹത നേടുകയാണ് ചെയ്യുന്നത്. അവർ 2 തവണ വോട്ട് ചെയ്തതിന്റെ തെളിവുണ്ട്. ഇവരായിരിക്കണമെന്നില്ല, മറ്റു പലരും വോട്ട് ചെയ്താൽ മതി ഇവരുടെ പേരിൽ. 33,692 പേരാണ് ഇതുപോലെയുള്ള ഫോം 6-ലൂടെ അട്ടിമറി വോട്ടുകൾ ചെയ്തിരിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ളവരുടെ ഒരു ലിസ്റ്റ് രാഹുൽ ഇങ്ങനെ വായിക്കുകയാണ്. അതിൽ എല്ലാവരുടെയും പ്രായം 98, 95, 96, 95 എന്നൊക്കെയുള്ള വലിയ വയസ്സന്മാരാണ് കന്നി വോട്ടർമാർ. ഒരു പക്ഷെ ഇത്രയും പ്രായമായവരെയാണ് ഇവർക്ക് ആവശ്യം. ഇതിൽ 20-30 വയസ്സുള്ള ഒരു വ്യക്തി പോലും ഇല്ലെന്ന് രാഹുൽ പറയുന്നു. ഇങ്ങനെയാണ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ കവർന്നെടുത്തത്. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് ഡാറ്റ നൽകാതിരുന്നത് രാജ്യത്തൊട്ടാകെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്നതുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി കണ്ടെത്തുന്നു.
അടുത്തതായിട്ട് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ പറയുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ് അവർ വിജയിക്കുന്നതും കോൺഗ്രസ് തോൽക്കുന്നതും എങ്ങനെയെന്ന് എനിക്ക് ഉദാഹരണ സഹിതം ഇപ്പോൾ പറയാൻ പറ്റും. 8 സീറ്റുകൾക്കാണ് കോൺഗ്രസ് ഹരിയാന തെരഞ്ഞെടുപ്പ് തോറ്റുപോയത്. മൊത്തം സംസ്ഥാനത്തെ ആകെ 2 കോടി വോട്ടർമാരുള്ള ഈ 8 സീറ്റുകളിലെ വോട്ട് ഗ്യാപ്പ് 22,779 മാത്രം. കർണാടകയിലെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിന് അവർ കവർന്നത് 4 ഇരട്ടി വോട്ടുകൾ. ആ സ്കെയിൽ അവിശ്വസനീയമായി തോന്നി. 6 ലക്ഷം വോട്ടർമാരിൽ വാസ്തവം പറഞ്ഞാൽ 1 ലക്ഷം വോട്ടർമാർ എവിടെയും ഇല്ലാത്തവർ. അവർ നിലവിലേയില്ല, അവരെയെല്ലാം ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി ഒരു കാര്യം മറക്കരുത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാൻ വെറും 25 സീറ്റുകളായിരുന്നു ആവശ്യമായത്. BJPയുടെ വിന്നിംഗ് മാർജിൻ 33,000 വോട്ടുകളായിരുന്നു. അവർ 25 സീറ്റുകളും നിഷ്പ്രയാസം വിജയിച്ചു. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുന്ന പണി ചെയ്യേണ്ടവരല്ല, നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടവരാണ്. ഈ എല്ലാ വിവരങ്ങളും ഇപ്പോൾ തെളിവുകളായി നിങ്ങളുടെ മുന്നിലുണ്ട്. കർണാടക തെരഞ്ഞെടുപ്പിന്റെ മാത്രമല്ല, രാജ്യത്തെ ഓരോ വോട്ടർ പട്ടികയുടെയും ഗതി ഇതുതന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയോടും പതാകയോടും നിങ്ങൾ ചെയ്യുന്ന കൊടും പാതകമാണിത്. അതിൽ കുറഞ്ഞൊന്നുമല്ല. ഇത് ഒരു മണ്ഡലത്തിന്റെ കുറ്റകൃത്യത്തിന്റെ തെളിവുകളാണ് നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമാണ്. കാരണം ഞങ്ങൾ ഈ പാറ്റേൺ കണ്ടതാണ്, പഠിച്ചതാണ്. രാജ്യം മുഴുവൻ സംസ്ഥാനങ്ങൾ തോറും വലിയ തോതിൽ നിങ്ങൾ ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാമ്പിളാണ്. CCTV ഫുട്ടേജ്, വോട്ടർ പട്ടിക എല്ലാം ഈ ക്രൈമിന്റെ തെളിവുകളാണ്. അവ നശിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് രാജ്യത്തോട് പറയാനുള്ളത്, നിങ്ങൾ അറിയണം, ഇവിടെ വലിയ ക്രിമിനൽ ഫ്രോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭരിക്കുന്ന പാർട്ടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചേർന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ സുവ്യക്തമായ തെളിവുകൾ നൽകുകയാണ് നിങ്ങൾക്ക് മുന്നിൽ. അവർ ഞങ്ങളെ ഇട്ട് ഓടിച്ചു, ഡാറ്റ തന്നില്ല. ശകുൻ റാണിയെ ഞങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. ഇതാണിപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരം അവസാനിപ്പിക്കുന്നത്. ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനൊക്കെ ഉത്തരം തന്നേ പറ്റൂ. നമ്മൾ ഒന്നായി ഈ പോരാട്ടത്തിൽ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ ഒന്നിച്ചു നിൽക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിൽ എത്ര പേര് രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ചെയ്ത് BJPയെ തോൽപ്പിക്കാൻ പറ്റും, ഇന്ത്യയെ വീണ്ടെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? എനിക്ക് രാഹുൽ എന്ന വ്യക്തിയെ വിശ്വാസവും ഇഷ്ടവുമുണ്ട്. പക്ഷെ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇക്കാര്യത്തിലൊന്നും ഒരു വിശ്വാസവുമില്ല, അവരിൽ യാതൊരു പ്രതീക്ഷയുമില്ല.